Hello everyone, welcome back. Hope you all are doing good. അപ്പോൾ ഇത്തവണത്തെ ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം എന്ന് പറയാനായിട്ട് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി. ചെറിയ സദ്യ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവിയലും കാളനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ആഘോഷിച്ചു. അതും ഉത്രാടത്തിൻ്റെ ദിവസമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാളൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് വേറെ ആരുടെയും റെസിപ്പിയില്ല, നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം അമ്പിസ്വാമിയുടെ കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ലക്ഷ്മി നായരുമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. രുചിയുടെ കാര്യത്തിൽ ഒട്ടും പറയാനില്ല, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കായയും അതുപോലെ ഒരു കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കായ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ചെരിച്ച് അരിയണം. അപ്പോൾ അതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടാക്കിയിട്ട് ഒരു കായനെ നേർപകുതിയാക്കുക, എന്നിട്ട് ചെരിച്ചരിയുക. അതുപോലെ ചേന ജസ്റ്റ് കൊത്തിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, അത് മൊത്തമായിട്ട് എടുത്തിട്ടില്ല, ഒരു ചെറിയ കഷ്ണം മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചേന ഇതുപോലെ കൊത്തിയിടാൻ മറക്കരുത്, അരിഞ്ഞിടൊന്നും വേണ്ട. അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാൻ തരത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂണും ഒരു കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്ത് വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം വെക്കേണ്ട, പാകത്തിന് ജസ്റ്റ് ആ കഷ്ണങ്ങളൊന്നും ഇങ്ങനെ ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന പാകത്തിന് കേട്ടോ. അപ്പോൾ അതോടൊപ്പം നമ്മുടെ അവിയലും ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങ, ചേന, കായ, മുരിങ്ങക്കായ അങ്ങനെ ഇത്യാദി സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ സദ്യക്ക് നമ്മൾ അവിയലുണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വേഗം വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് തോന്നുന്നത് അടി പിടിക്കുമെന്നൊക്കെ തോന്നും, അടി പിടിക്കൊന്നുമില്ല. അത് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അവിയൽ അവിടെ നിന്ന് റെഡി ആവട്ടെ. കാളൻ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് ഏകദേശം. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കഷ്ണമൊക്കെ അടി പിടിക്കും തോന്നിക്കഴിഞ്ഞാൽ ഒരു നുള്ളു നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കാളൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കണം, ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ കൽച്ചട്ടി ഉപയോഗിച്ചിട്ട് കാളൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ നമ്മൾ ഒഴിച്ച് ഉണ്ടാക്കുന്ന കുറച്ച് പുളിയുള്ള മോരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടത്തൈരും കൂടി ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം നമ്മുടെ മോരുണ്ട്. ആ മോര് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മോര് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട്, അതായത് നമ്മുടെ മോര് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ മതി. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂണോളം ജീരകവും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ മോരൊഴിച്ച് കൊടുക്കില്ല, നമ്മൾ കാളനിൽ മോരൊഴിച്ച് കൊടുക്കുക, അതിൽ നിന്ന് കുറച്ച് ബാക്കി വയ്ക്കുക. ആ ബാക്കി വയ്ക്കുന്ന മോര് ഒഴിച്ചിട്ട് വേണം നമ്മുടെ തേങ്ങ അരച്ചെടുക്കാനായിട്ട് കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കാളനിലേക്ക് പിന്നെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആകെ കഷ്ണങ്ങൾ വേവിക്കാൻ ചേർക്കുന്ന വെള്ളം മാത്രം. അപ്പോൾ മോര് ഒഴിച്ചിട്ട് വേണം നമ്മുടെ തേങ്ങ വരെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. ഇപ്പോൾ കുമ്പളങ്ങയും നമ്മുടെ മുരിങ്ങക്കായും ഒക്കെ ഉടഞ്ഞു പോകാതെ തന്നെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് അവിയലിലേക്ക് വേണ്ട തേങ്ങയുടെ കൂട്ടാണ്. അപ്പോൾ 3-4 ചെറിയ ഉള്ളിയും അതുപോലെ പാകത്തിന് കുറച്ച് തേങ്ങയും കൂടി ജസ്റ്റ് ഒരു നുള്ള് ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. വല്ലാതെ അങ്ങോട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കണം.
അതേ ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കാളൻ നോക്കിയേ മോരൊക്കെ നല്ല പോലെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു തരിയും കൂടി വറ്റാനുള്ളൂ. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാളൻ്റെ അരപ്പ് നമ്മൾ മോരൊഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ കാളൻ്റെ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മോരൊഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ ഇടുന്ന സമയത്തോ ഉപ്പിട്ട് കൊടുത്താൽ മതി, ഉപ്പ് അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ. ഇപ്പോൾ ഒരു ശകലം വെള്ളം കൂടി അതിലേക്ക് നമുക്ക് തോന്നും, വെള്ളം പോലെ തോന്നും. അപ്പോൾ ഒന്നും കൂടി ഒരു കുറുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുക്ക് കാളനാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൃശ്ശൂർക്കാരിയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ സ്റ്റൈൽ, അതായത് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു അഭിമാനം എന്ന് പറയുന്ന ഒരാളാണ് അമ്പിസ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ റെസിപ്പി കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം സൂപ്പർ അടിപൊളിയാണ്. കുറുക്കുകാളൻ്റെ ഈ അരവ് മാത്രം മതി നമുക്ക് ചോറിന എന്ന് പറയല്ലേ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അരവാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചതച്ച നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചെറിയ ഉള്ളിയും ജീരകവും ചേർത്ത് ചതച്ചതാണ്. അത് ജസ്റ്റ് ചതയാനേ പാടുള്ളൂ കേട്ടോ, ഒരുപാട് അങ്ങനെ മഷി പോലെ ഒന്നും അരയ്ക്കരുത്. ചതച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കഷ്ണങ്ങൾ ഒട്ടും ഉടയാതെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പാത്രത്തോട് കൂടെ തന്നെ എടുത്ത് ഒന്നങ്ങ് കുടഞ്ഞു കൊടുത്താൽ മതി തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തേങ്ങയുടെ ആ ടേസ്റ്റൊക്കെ കഷ്ണങ്ങൾക്കൊക്കെ നല്ല പോലെ പിടിക്കണ്ടേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മോരൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പുളിയുള്ള മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നുമില്ല, ഒരു 2-4 ടേബിൾ സ്പൂൺ മോരാണ്. അപ്പോൾ മോര് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ പുളി, നമ്മൾ സാമ്പാർ പുളി ഉപയോഗിക്കുമല്ലോ, സാമ്പാർ പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ പൊതുവേ മോരൊഴിച്ചുണ്ടാക്കുന്ന അവിയലിനോടാണ് എനിക്കിഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് മോരൊഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനി അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇത് സീസൺ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചൂടോട് കൂടിയിട്ട് ആ വാഴയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മോരൊഴിച്ച സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി കാളനും കൂടി ഒന്ന് നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യ് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അത് ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് കാളൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാളൻ്റെ ഇരിക്കുന്ന കണ്ടില്ലേ, കട്ടിക്കാളൻ എന്ന് പറഞ്ഞാൽ അതേ കട്ടിക്കുറുക്ക് കാളനാണ്. അതിങ്ങനെ എത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഇട്ടോടത്ത് കിടക്കുമെന്ന് പറയില്ലേ, അതുപോലത്തെ കാളനാണ്. ടേസ്റ്റ് പിന്നെയും പിന്നെയും പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അത്രയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാളനാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഉത്രാടത്തിൻ്റെ ദിവസം സദ്യ കഴിച്ചും തിരുവോണത്തിൻ്റെ ദിവസവും ഒരു ചെറിയ പായസം കുടിച്ചും അങ്ങോട്ട് ഇത്തവണത്തെ ഓണം അങ്ങോട്ട് ആഘോഷിച്ചു എന്ന് പറയാം. എന്തായാലും ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉണ്ടാക്കിയ വിഭവങ്ങളിൽ ഐ ആം സാറ്റിസ്ഫൈഡ്. അത് അത്രയും ഒരു ടേസ്റ്റായിട്ട് തന്നെ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ കട്ടിക്കാളൻ അത്ര വലിയ റെസിപ്പി ഒന്നും അല്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി നല്ല മികവോട് കൂടിയിട്ടുള്ളൊരു
ടേസ്റ്റില്ല. സാധാരണ ഞാൻ കാളൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കാളനാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് മോര് തിളപ്പിച്ച് വറ്റിച്ച് കാളൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഈ റെസിപ്പിക്ക് താങ്ക്സ് പോകുന്നത് അംബിസാമിക്കും അതുപോലെ തന്നെ ലക്ഷ്മി നായർക്കുമാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇനി ഊണ് കഴിച്ചിട്ടാവും ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ആസ് യൂഷ്വൽ ഡ്യൂട്ടി തന്നെ. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യാനും പോയി. അപ്പോൾ സ്കൂളുകളൊക്കെ സെപ്റ്റംബർ 1 തീയതി മുതൽ വീണ്ടും റീഓപ്പൺ ആയി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ പുതിയ റൂൾസും റെഗുലേഷൻസും കുറേ പ്രോട്ടോക്കോൾസൊക്കെ പുതിയതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾസൊക്കെ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർഡാണ്. അപ്പോൾ സ്റ്റാഫൊക്കെ ഏറ്റവും റീസെൻ്റായിട്ട് തന്നെ കൊറോണ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫസ്റ്റ് പോയത് കൊറോണ ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ദോഹയിൽ വക്രയിലുള്ള നസീം അൽ റബിയിലാണ് ഞാൻ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിറങ്ങാനും പറ്റി. അപ്പോൾ ക്ലിനിക്കൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണെന്ന് പറയാം. പ്രോട്ടോകോൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീറ്റിങ്സ് ആണെങ്കിലും കാര്യങ്ങളെല്ലാതും. അപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് കണ്ണ് ഡോക്ടറെയും കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ ബിമൽ എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഡോക്ടറുടെ വകയും ഒരു ഓണം വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഡോക്ടർ ബിമൽ വടക്കൂർ. ഞാൻ ഖത്തർ നസീം അൽ റബിയിലെ നേത്രരോഗ വിദഗ്ധനാണ്. ലോകത്തിലെ എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എൻ്റെ സുഹൃത്തായ ഷൗക്കത്തിൻ്റെ ഫാമിലി ആരംഭിച്ചിരിക്കുന്ന സാബീസ് ഫുഡ് വേൾഡ് എല്ലാവരും കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.
തിരുവോണത്തിൻ്റെ ദിവസം കൊറോണ ടെസ്റ്റും ഡ്യൂട്ടിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ രാത്രിയിലത്തെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പുതിനയില, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ അധികം നാളെ ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഉണക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബിരിയാണിയിലേക്കൊക്കെ ഉപയോഗിക്കാൻ എടുക്കാം. നല്ലതാണ്, അതിൻ്റെ മണവും അതുപോലെ ടേസ്റ്റും ഒന്നും പോകുന്നില്ല ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിലും. അപ്പോൾ ഇനി ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ഉണക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബിരിയാണിയിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ തിരുവോണമായിട്ട് പായസം കുടിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ. 2 കൂട്ടം പായസം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള പാർവതി ടീച്ചർ. നല്ല അടപ്രഥമനും അതുപോലെ നല്ല പരിപ്പ് പ്രഥമനും. അപ്പോൾ അടപ്രഥമൻ ഉച്ചയ്ക്ക് തന്നെ തീർന്നു, പിന്നെ പരിപ്പ് പ്രഥമനായിരുന്നു. അപ്പോൾ അത് രാത്രികൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് തിരുവോണം അങ്ങോട്ട് പൂർത്തിയാവുള്ളൂ എന്ന് പറയാം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. സോ സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.